അൽഹംദുലില്ലാ. അപ്പോ മരണത്തിന് ശേഷം പോലും മാ ഖദ്ദമു വ ആഥാറഹും, നിങ്ങൾ ചെയ്തതും ആരൊക്കെ നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടോ അതും നിങ്ങൾക്ക് കിട്ടും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. മാ ഖദ്ദമു വ ആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ കിതാബിൻ മുബീൻ. നിങ്ങൾ എഴുതുന്നതും പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഞാൻ എന്റെ കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു പറയാം, നാളെ നമ്മുടെ കയ്യിലേക്ക് തരും. നമ്മൾ തന്നെ അന്തം വിട്ടു പടച്ച റബ്ബേ, ഇതൊക്കെ പാടെ ഞാൻ എഴുതിണ്ടാക്കിയതായിരുന്നോ? ഇതെല്ലാം ഞാൻ പറഞ്ഞതായിരുന്നോ? ഇതെല്ലാം നമ്മൾ ചെയ്തതായിരുന്നോ? ഇതെല്ലാം ഞാൻ കേട്ടതായിരുന്നുവോ? സ്വതക്കത്തിൻ ജാരി ചെയ്തിട്ട് നന്മ കിട്ടി. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മാതാവിന് വേണ്ടിയോ പിതാവിന് വേണ്ടിയോ ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കൾ. അതിന് ആൺകുട്ടി എന്നർത്ഥമല്ല. വലദ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കും പറയും പെൺകുട്ടിക്കും പറയും അറബ് ഭാഷയിൽ. പിന്നെ ബിൻത് എന്ന് പുറത്ത് പറഞ്ഞാൽ ഇത് ആൺകുട്ടിയാന്ന് ഉറപ്പായി. അല്ല, വലദ് എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും പറയുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ്. നമ്മൾ കുട്ടി ഉണ്ടാവുന്നത് നാട്ടുകാരുടെ വായ മൂടി കെട്ടാനാണ്. ചോദിച്ചിട്ട് ഇടങ്ങാറാക്കുകയാണ് അല്ലേ? എന്താ ആർക്കാപ്പോ കുഴപ്പമെന്ന് ആരെയും ചോദിക്കണ ആള്? ഞാൻ അതാ ആലോചിച്ച് നോക്കണത്. ഈ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാക്കി തരാൻ പറ്റുന്ന ആളാണോ ചോദിക്കുന്നത്? ആർക്കാ കുഴപ്പമെന്ന്? സുബ്ഹാനല്ലാഹ്. അപ്പൊ വിചാരം അവരുടെ കഴിവുകൊണ്ടാണ് ഇപ്പൊ കുട്ടി ഉണ്ടായതെന്നാ വിചാരം ചോദിക്കുന്നവരുടെ. എത്രയോ പാവപ്പെട്ട ആൾക്കാർ മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം കേട്ടാൽ അന്നൊരു ചോദിക്കാൻ തന്നെ കഴിയില്ല. റബ്ബേ, എന്താണ് ഇപ്പൊ ചോദിച്ച ചോദ്യം? എനിക്കൊരാഗ്രഹം ഉണ്ടായിട്ട് കുഞ്ഞായില്ലല്ലോ റബ്ബേ. പരിഹാസത്തിന് വിധേയമാവുകയാണല്ലോ എന്ന് ആലോചിച്ചു പോകും. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ തരണം. നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. വലദിൻ സ്വാലിഹിൻ, അത് മക്കളെന്ന് ചോദിക്കരുത്, സ്വാലിഹായ കുട്ടിയെ തരണം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. യദ്ഉ ലഹു, പിതാവിന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള്. നോക്കണം ഹദീസിന്റെ പ്രയോഗം. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, വാപ്പാന്റെ അമലേറ്റ് പോട്ടെ അല്ലേ? ശരീരത്തിന് അവർ ചെയ്തതല്ലാതെ മറ്റൊന്നും കിട്ടൂല. അതാണ് ഇപ്പൊ പറഞ്ഞതിനർത്ഥം. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, വാപ്പാക്ക് വേണ്ടി ദുആ എടുക്കുന്ന മക്കൾ. സ്വാലിഹായ മകൻ എന്ന് പറഞ്ഞ് നിർത്തിയോ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല, യദ്ഉ ലഹു, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്ന മക്കള്, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്ന മക്കള്. അവരുടെ ഖബറടുത്ത് ചെന്ന് സിയാറത്ത് ചെയ്ത് എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കല്ലാ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കല്ലാ എന്ന് ദുആ ചെയ്യുന്ന മക്കള്. പെൺകുട്ടികളാണ്, സിയാറത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർ പോരെന്ന് ദുആ ഇരക്കുക ഓരോ ദിവസവും. എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കല്ലാ, എന്റെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയാണ്. എന്റെ അനിയത്തിയെ ഉമ്മ വളർത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതേപോലെ എന്നെ വളർത്താൻ അതുകൊണ്ട് അല്ലാഹ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്രായത്തിൽ ഞങ്ങളോട് റഹ്മത്ത് ചെയ്ത പോലെ എന്റെ ഉമ്മായോട് വാപ്പയോട് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഇത് ദുആ ചെയ്യുന്ന മക്കൾ. അതൊറ്റ വാക്കാണ്. ആ ഒരു ദുആ ചെയ്യുന്ന തലത്തിലേക്ക് നമ്മുടെ മക്കൾ ഉയർന്നു വരണമെങ്കിൽ എത്ര വരെ പഠിപ്പിക്കണം, എത്ര അവർക്ക് തൗഫീഖ് വേണം. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അങ്ങനത്തെ മക്കൾ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ സെക്കൻഡ് വരെ, അവർ മരണപ്പെടുന്നത് വരെ ആ മക്കൾ ജീവിച്ചിരിക്കൽ പിതാവ് ചെയ്ത സൽക്കർമ്മമാണ്. പിതാവ് ചെയ്ത സൽക്കർമ്മമാണ്. അവർ ചെയ്യുന്ന പ്രതിഫലം, അവർ ചെയ്യുന്ന നന്മയുടെ കൂലി ഈ പിതാവിന് കിട്ടിക്കൊണ്ടിരിക്കും, ഉമ്മാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ കൊതിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ മാതാപിതാക്കൾ ദുആ ചെയ്യുന്ന മക്കളാക്കി തരട്ടെ. ജാരിയായ സ്വതക്ക ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അള്ളാഹു ഉപകാരപ്പെടുന്ന ഇൽമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതങ്ങ് ആയിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ നിർത്താനായിട്ടുണ്ട്. ഏകദേശം സമയമായി അല്ലേ? 10:10 ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ അരികത്തേക്ക് മദീനയിലെ ഒരു കുടുംബം മാറി താമസിക്കാൻ ഉദ്ദേശിച്ചപ്പോഴാണ്. ബനൂ സലമ ഗോത്രക്കാർ. ബനൂ സലമ ഗോത്രക്കാർ മസ്ജിദ് നബവിയുടെ അരികത്ത് കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ അവർ ഉദ്ദേശിച്ചു, നബിയെ, ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, പള്ളിയിലേക്ക് നടന്നു വരാൻ ഒരുപാട് സമയമെടുക്കും, എന്നാ പിന്നെ പള്ളിന്റെ അടുത്തായിക്കോട്ടെ, പോരാ. അങ്ങനെ ഈ പോരാന്ന് പറയുന്നത് കാസർഗോഡ് ഭാഷയാണല്ലേ? ഞാൻ അറിയാതെ കാസർഗോഡ് ഭാഷ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. മലപ്പുറം ഭാഷയൊക്കെ
മലപ്പുറം ഭാഷ പച്ചയിന് പറഞ്ഞ ഞങ്ങൾ കേൾക്കാതിരിക്കൂല. വീട് അല്ലേ, ആ പുരയും വീടും ഒക്കെ ഒന്ന് തന്നെ. നമ്മളൊക്കെ ഒരേ മുസ്ലിമീങ്ങളല്ലേ, ഏത് ജില്ലയായാലും നാടായാലും. എന്താ അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ ഇൽമ് ദീന് കൊണ്ടും ഈമാനും കൊണ്ടും ഒരുമിച്ച് കൂട്ടിയില്ലേ. നമ്മൾ ഏതെല്ലാം രാജ്യക്കാരും ഏതെല്ലാം നാട്ടിൽ ജനിച്ചവരും വളർന്നവരൊക്കെയാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഒരു റൂമിൽ നമുക്ക് ഒരുമിച്ച് കാണാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിയത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. ഇതൊരു വലിയ ബന്ധങ്ങൾ, പരസ്പരം പരിചയപ്പെടണം എല്ലാവരും. നിങ്ങൾ എല്ലാവരും സലാം പറഞ്ഞ് നിങ്ങളോട് എല്ലാവരും വർത്താനം ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ നാളത്തെ ജോലി ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സാധിക്കാത്തത്. നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാറാണ്. പക്ഷേ നിങ്ങൾ പരസ്പരം ഒന്ന് പരിചയപ്പെടണം. അടുത്തിരിക്കുന്ന ആൾ ആരാന്ന് അറിയണം. അടുത്തിരിക്കുന്ന ആൾ പുറത്തുള്ളവരൊക്കെ ഇതൊരു ബന്ധമാണ്, ഭയങ്കര ബന്ധമാണ്. ദീനിന്റെ പേരിലെ ബന്ധമല്ലേ. ഈ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം. അത് സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടും. പരലോകത്തേക്ക് എത്തിയാൽ ഒന്നുമല്ല ഇസ്ലാം സെന്ററിലെ കണ്ട് പരിചയമുള്ള മുഖാനുള്ള റബ്ബേ, അള്ളാഹുവേ ഇവരെ വിട്ടേക്കിൻ, ഞാൻ അറിയുന്ന ആളാണെന്ന് പറഞ്ഞ് ഒരാളെ ഷഫാഅത്ത് ചെയ്താൽ രക്ഷപ്പെടും. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ടും കൂടെ പറയാണ്, മഹ്ശറയിലേക്ക് കണ്ടാലേ ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം. അള്ളാഹു നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മ വന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്ന അതിന്റെയൊക്കെ അപ്പുറത്ത ഷഫാഅത്തുൽ ഉദമ റസൂലുള്ളാഹി നിങ്ങളുടെ ഷഫാഅത്ത് നടക്കുന്നത്. മുഅ്മിനീങ്ങൾ തന്നെ ഷഫാഅത്ത് ചെയ്യുന്നതാണ്. പരിചയമുള്ളവരെ ഉസ്താദ് കുടുങ്ങിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു പോകരുതേ. എന്നാരോ മുഅ്മിനീങ്ങളെ സീരിയസ് ആയിട്ട് പറയാണ്. നമ്മള് ഇതൊക്കെ ബന്ധങ്ങൾ. ഗൾഫിൽ പോകുന്നുണ്ട്, വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കളുണ്ടോ? നാട്ടിൽ ഇത്ര സുഹൃത്തുക്കൾ കിട്ടും നമുക്ക്? ഇല്ലല്ല. നാട്ടിൽ പോയാൽ വേഗം ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇത്രയും നല്ല മനസ്സുള്ള സുഹൃത്തുക്കൾ ഗൾഫിലേ കിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, നമ്മൾ നാട്ടിൽ നിന്ന് പോന്നോണ്ടായിരിക്കും അല്ലേ? അല്ല, വേറെന്താ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ നല്ല മനുഷ്യന്മാരാണ്. ഇനി നമ്മൾ കാണുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരായതുകൊണ്ടാണോ? അല്ലാഹു അലം. വളരെ നല്ല ആൾക്കാരാണ്, നല്ല സൗഹൃദ ബന്ധങ്ങൾ. എത്രയോ കാലം സംസ്ഥാനത്തിന്റെ രണ്ടറ്റത്തുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിൽ പോയ ഒരു മാസത്തെ ലീവിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. സമയമില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടൊന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. യാ അല്ലാഹ്, ഇതൊക്കെ ഒരു വലിയ ബന്ധമാണ്, പരലോകത്തേക്ക് ഉപകാരപ്പെടും. അള്ളാഹു ഈ സൗഹൃദ ബന്ധങ്ങളൊക്കെ സ്വർഗത്തിൽ എത്തുന്നത് വരെ അള്ളാഹു നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ. സ്വർഗത്തിലും അതിനപ്പുറത്തും അള്ളാഹുവിന്റെ അനശ്വരമായ ആ സ്വർഗലോകത്തിന്റെ അനുഭൂതിയിൽ അവിടൊക്കെ ഒരുമിച്ച് ചേരാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഈ സെന്ററിൽ ഒരുപാട് പ്രഭാഷകരും വാദ് പറയുന്ന ആൾക്കാരും സാധുമാരും കേട്ടവരും ഇതിന്റെ പ്രവർത്തകരും കമ്മിറ്റിക്കാരും ഒക്കെ അവിടെ കഴിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കാൻ പോവാൻ. വനക്തുബു, നാം രേഖപ്പെടുത്തി വെക്കും. മാ ഖദ്ദമു വആസാറഹും. അപ്പോൾ ഒരാൾ ചോദിക്കണം, എന്തിനാ അപ്പൊ അള്ളാഹ്ക്ക് അത് രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പടച്ചോന് അത് അറിയാവുന്ന വിഷയമല്ലേ, എന്തിനാ അള്ളാഹു രേഖപ്പെടുത്തുന്നത്? ഒന്നുമില്ല. നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നതിന്റെ രേഖ വേണ്ടി വരും അല്ലേ? ഒരു രേഖ അള്ളാഹു തആല നാളെ നമ്മൾ ചെയ്ത സർവ്വ അമലുകളുടെയും രേഖ അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് തരും. ഇഖ്റ കിതാബക്, റീഡ് യുവർ ബുക്ക്. നിന്റെ ശരീരത്തോട് വിധി പറയാൻ നിനക്ക് തന്നെ കഴിയുമല്ലോ. ഞാൻ സ്വർഗത്തേക്ക് പോണോ നരകത്തേക്ക് പോണോ? വായിച്ചു നോക്ക്, നീ ചെയ്തത് എന്നതൊക്കെയല്ലേ. ഇത് നമുക്ക് കാണിച്ചു തരാൻ അള്ളാഹു രേഖപ്പെടുത്താൻ പറഞ്ഞതാ മലക്കുകളോട്. അള്ളാഹു നീ സ്വർഗത്തേക്ക് നരകം എന്താ പഠിച്ചോൻ എന്നെ അങ്ങനെ ചെയ്യുന്നു? ബേജാറാവണ്ട. ഓർമ്മണ്ടോ? ഈ ചെയ്തതൊക്കെയാണ് ഈ കാണുന്നത്. 15 വയസ്സ് മുതൽ നിന്റെ 14 വയസ്സ് മുതൽ നീ ചെയ്തു കൂട്ടിയ നന്മകൾ, നീ ചെയ്ത തിന്മകൾ നോക്ക്. എവിടെയൊക്കെ ഏതാ കൂടുതൽ നീ തീരുമാനിക്കും. ഞാൻ നിന്നെ ദുൽമു ചെയ്തോ? വലാ യദ്ലിമു റബ്ബുക അഹദാ, അല്ലാഹു ആരെയും ആക്രമിക്കൂല. നിങ്ങൾ അർഹിക്കുന്നതാ ഞാൻ തരുന്നത് എന്ന് അല്ലാഹു പറയാനാ വനക്തുബു, നാം രേഖപ്പെടുത്തി വെക്കും എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഇൽമിനല്ല, നമ്മെ ബോധ്യപ്പെടുത്താൻ. മനുഷ്യനല്ലേ നിഷേധിച്ചത് വരും. അതുകൊണ്ടാണ് വനക്തുബു മാ ഖദ്ദമു വആസാറഹും. ആഹാർ എന്ന് പറഞ്ഞാൽ കാലിന്റെ ട്രേസസ് ഓഫ് ഫീറ്റ്, കാലിന്റെ ഈ കാൽപ്പാടുകൾക്കാണ് ആഹാർ എന്ന അറബിയിൽ പറയാം. അസർ, കാലിന്റെ ഒരു കാൽപ്പാട് നടന്നുപോയ അടയാളം. ബനു സലമ ഗോത്രം മദീനത്തെ പള്ളിയുടെ അരികത്തേക്ക് വീട് മാറാൻ ഉദ്ദേശിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബലഗനി അന്നകും തുരീദൂൻ അൻ തന്തഖിലു ഖുർബൽ മസ്ജിദ്. ബനൂ സലമ ഗോത്രമേ, നിങ്ങൾ എന്റെ പള്ളിയുടെ അരികത്തേക്ക് വീട് മാറാൻ തീരുമാനിച്ചു എന്ന വിവരം ഞാൻ കേട്ടു. ശരിയാണോ? നഅം യാ റസൂലല്ലാഹ് ഖദ് അറദ്നാ ദാലിക്, ഞങ്ങൾക്ക് അതിന് ഉദ്ദേശമുണ്ട് നബിയേ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ബനീ സലമ, അല്ലയോ ബനൂ സലമ, ദിയാറുകും തുക്തബു ആസാർ
ആസാറുക്കും ദിയാറക്കും തുക്തബു ആസാറുക്കും. ഇമാം മുസ്ലിം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദിയാറക്കും, നിങ്ങളുടെ പോര അവിടെ തന്നെ നിന്നോട്ടെ. തുക്തബു ആസാറുക്കും, നിങ്ങൾ നടന്നു വരുന്ന ഓരോ കാൽവെപ്പിനും കൂലിയുണ്ട്. പള്ളിയിലേക്ക് ദൂരം നടക്കുമ്പോൾ അതിന് കൂലിയുണ്ടല്ലോ. അതുകൊണ്ട് കാൽപ്പാടിന്റെ കൂലി നിങ്ങൾക്ക് വർദ്ധിക്കാൻ വീട് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിക്ക് ദൂരമാകുമ്പോൾ നമുക്ക് നടക്കാൻ മടി വരും, അത് ഇബ്ലീസാണ്. ഒരു 2 അടി ഏറെ നടന്നാൽ ആ ഓരോ ഖുതുവത്തിനും കാൽപ്പാടുകൾക്ക് അല്ലാഹു കൂലി തരുന്ന. അതുകൊണ്ട് നിങ്ങളുടെ കാൽപ്പാടുകൾ ദിയാറക്കും തുക്തബു ആസാറുക്കും, നിങ്ങളുടെ പുരകൾ അവിടെ തന്നെ നിന്നോട്ടെ, വീടുകൾ അവിടെ തന്നെ ആവട്ടെ. നിങ്ങളുടെ കാലടികൾ അല്ലാഹു തആല നന്മയായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കാലടി വെച്ചിട്ട് എത്തുന്നതിനെക്കാളും കൂടുതൽ കുറെ ദൂരം നടന്നെത്തലല്ലേ, അത് നിങ്ങൾക്ക് അത്രയും കൂലി വർദ്ധിക്കും. ഇതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. അവര് നടന്നു പോയതാണ്. നടന്നു പോയപ്പോ പിറകിലുള്ള സംഗതിയാണ് കാൽപ്പാടുകൾ. അതൊക്കെ എണ്ണി നോക്കി അതിന് കൃത്യമായ പ്രതിഫലം അല്ലാഹു തരുന്നു. നിങ്ങൾ ചെയ്യുന്ന പള്ളിയിലേക്ക് വരലാണ്, പക്ഷേ നിങ്ങളുടെ പിറകിൽ നിങ്ങൾ ബാക്കി വെച്ച നന്മകൾ, അതിനും കൂലിയുണ്ട്. അതുകൊണ്ട് ഉലമാ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്ന 3 നന്മകൾ പറയുന്ന ഹദീസുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. മരണത്തിന് ശേഷം നമ്മൾ ചെയ്തു കൂട്ടിയ നന്മ ആരെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ കൂലി കിട്ടും. ആരെല്ലാം തിന്മയാണെങ്കിൽ ആ തിന്മ ആരെല്ലാം പിൻപറ്റുന്നുണ്ടോ അതിന്റെയൊക്കെ ശിക്ഷയും അവർക്ക് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു ശരീരത്തെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ, കൊലപാതകം അല്ലാഹുവിന്റെ അടുത്ത് ഭയങ്കര ഗുരുതരമായ തെറ്റല്ലേ? കൊലപാതകം നടന്നാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ പുത്രന്മാരിൽ ആരാണോ കൊലപാതകം തുടങ്ങി വെച്ചത്, അയാൾക്ക് ലോകത്ത് നടക്കുന്ന കൊലപാതകത്തിന്റെ ഒരു ശിക്ഷ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖാബീൽ എന്ന പേര്, ഖൈൻ എന്നാണ് ഇംഗ്ലീഷിലൊക്കെ പറയാം. ഏബൽ ആൻഡ് കെയ്ൻ, ഹാബീലും ഖാബീലും. ഖാബീലിന് എല്ലാ കൊലപാതകത്തിന്റെയും ഒരു എന്തേ കാരണം എന്നറിയോ? ഫഇന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, കൊലപാതകം തുടങ്ങി വെച്ചത് ഖാബീലായിരുന്നു. തുടങ്ങി വെച്ചില്ലേ, പിന്നെ അത് കൂപ്പിടിച്ചതല്ലേ ബാക്കിയുള്ളവരൊക്കെ. അതിന്റെ ശിക്ഷ ഇവന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, നമ്മൾ എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും പറയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും ഹക്ക് നമ്മൾ പറയാം. അതിനാരും പേടിക്കേണ്ട ആവശ്യമില്ല. നന്മ പറയണം, നന്മ ലോകത്തെത്തണം, ആളുകൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം, നന്നാവണം. നമ്മൾ അത്രയേ ഉദ്ദേശിക്കാവൂ. നന്മ പറയാം, ഒരു നന്മ. ഇപ്പൊ ഇന്ന് ഒരുപാട് കൂലി കിട്ടുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയകളൊക്കെ നന്മക്ക് വേണ്ടി ഉപയോഗിച്ച മാഷാ അല്ലാഹ് ഭയങ്കര കൂലിയാണ്. എനിക്കെന്റെ ജോലി തിരക്കൊണ്ടായിക്കൊന്ന് കയറാൻ ഒരു അക്കൗണ്ട് എടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല എന്ന് മാത്രം. പക്ഷേ നിങ്ങൾ ഒരുപാട് ആളുകൾ അതിൽ വലിയ മുതലാളിമാരായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് നന്മകൾ, ഒരുപാട് നന്മയുടെ ലിങ്കുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ ദീൻ പഠിക്കാനും എൽമ പഠിക്കാനൊക്കെ ഇപ്പൊ എല്ലാവർക്കും അല്ലാഹു അവസരം തന്നിരിക്കുകയാണ്. നമ്മളിപ്പോ ഖുർആൻ ക്ലാസ്സിന് തന്നെ വരാൻ പറ്റണമെന്നില്ല. നമ്മൾ മോമുഞ്ഞൊക്കെ അത് അയച്ചു കൊടുക്കണം. ക്ലാസ് കഴിഞ്ഞു, ഒരുപാട് ആൾക്കാർ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അല്ലെ? അപ്പൊ നന്മകൾ ഷെയർ ചെയ്യുക, എന്ത് ചെയ്യരുത്? ഫിത്നി ഫസാദൊന്നും ഉണ്ടാക്കരുത്. ഫിത്നി ഫസാദ് നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യരുത്. ഇപ്പോ ഇൻഷാ അല്ലാഹ് ഭയങ്കര ഹർബൊക്കെ യുദ്ധം നടക്കണ ലോകമാണത്. നമ്മളൊന്നും അറിയുന്നില്ല. ഈ റോട്ടിൽ ഇറങ്ങിയാലേ അവിടെ നടക്കണ യുദ്ധം എനിക്കൊന്നും അറിയില്ല. അതിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ അറിയാൻ പറ്റും. ഏതായാലും അല്ലാഹു തആല നമ്മുടെ ആസാറുകളൊക്കെ എഴുതി വെച്ചാലേ നല്ല ആസാറായി വരണം. അതിൽ പരിശ്രമിച്ചോളി. അല്ലാഹു തആല നല്ലതാക്കി തരട്ടെ. അല്ലാഹു നല്ലതാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവേശിക്കുക. ഇവിടെ ശനിയാഴ്ച മാരിവിന് ശേഷം ഇംഗ്ലീഷിൽ ക്ലാസ്സിന്റെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞുകൊണ്ട് പറയാണ്. നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോ അതിൽ കുറെ ആൾക്കാർ നിങ്ങൾ എന്താണ് കാര്യമായിട്ട് നിങ്ങൾ ഏതായാലും വരുന്നില്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കി. ഉസ്താദ് ഇവിടെ വേല പറയുന്നുണ്ട് 1 മണിക്കൂർ മാരിവിന്റെ ശേഷം കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് ഉണ്ട്. അപ്പോ ഏതായാലും നമ്മുടെ ഹാൾ ഇതിന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വരാറുണ്ട്. അൽഹംദുലില്ലാ. നമുക്ക് മലയാളികളല്ലാത്തവർ വരണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഖിദ്മത്ത് ചെയ്തെന്നൂടെ? വേള് പറയുന്ന ഉസ്താദ് തന്നെ ആൾക്കാരും കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് അത് നിങ്ങൾ സഹകരിച്ച് തരും ഇൻഷാ അല്ലാഹ്. നമ്മളിപ്പോ ഒരു കൊല്ലത്തോളം അതിലിപ്പോ 1 കൊല്ലം 2 കൊല്ലമൊക്കെ ആകാൻ തുടങ്ങി അല്ലേ? അപ്പോ നിങ്ങൾ എന്ത് ആ വിഷയത്തിലേക്ക് ആൾക്കാരെ അറിയിക്കുക. ശനിയാഴ്ച മരുവിസ്കാരം കഴിഞ്ഞിപ്പോ നമ്മൾ ഇന്നൊരു 7:50-8:55 തുടങ്ങി 8:15 ആകുമ്പോഴേക്ക് നിർത്തുന്നുണ്ട്. 8:10 ആകുമ്പോഴേക്ക് നിർത്തും. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് നിങ്ങൾ അറിയിക്കുക. നമ്മള് കുറച്ചുകൂടെ നമ്മുടെ ഒന്ന് ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ആണ് ഇത്. കേരള ഇസ്ലാമിക് സെന്റർ അല്ലല്ലോ.
6:55 സോറി 6:55 നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരു വൈഡർ കമ്മ്യൂണിറ്റിയാ. നമ്മുടെ ഡൽഹിക്കാരോ നമ്മുടെ അവിടെ ഇവിടെ ഉള്ള ആൾക്കാർ നമുക്ക് ഉറുദുവിൽ വേണമെങ്കിൽ ഉറുദുവിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ നടക്കുന്ന ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ചൊരു മൾട്ടി നാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ലത് ഇംഗ്ലീഷിലാണ്. അപ്പോ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നമ്മുടെ കുറച്ച് മലേഷ്യക്കാരും ഇവരൊക്കെ ഉണ്ട് ഇതിന്. പക്ഷെ എന്ത് ചെയ്യാ, നിങ്ങൾ ആൾക്കാരെ എത്തിക്ക്. ഒരു വലിയ ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോ നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരോ മലയാളം അറിയാത്തവരൊക്കെ ഒന്ന് കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് നമ്മൾ തന്നെ സ്വർഗത്ത് പോയാൽ മതിയോ? എല്ലാരും കൂട്ടണ്ടേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. മഗ്‌രിബിന്റെ ശനിയാഴ്ച തന്നെ ഇശാ വരെ അതാണ്. അപ്പൊ ആ വിഷയം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا وحبيبنا محمد، صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتبلغنا بها عندك على الدرجات. اللهم صل على سيدنا محمد الخاتم لما سبق والفاتح لما أغلق وناصر الحق بالحق والهادي إلى صراطك المستقيم. റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിലിരിക്കുന്ന ചെറിയവരും വലിയവരും പ്രായമുള്ളവരും പെണ്ണുങ്ങളും കുട്ടികളും അല്ലാഹുവേ കുടുംബങ്ങളും ഓൺലൈനിൽ ഞങ്ങളുടെ കൂടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരെ, യാ അല്ലാഹ് ഞങ്ങൾ ഓരോരുത്തരെയും റൗളത്തും മിൻ റിയാദുൽ ജന്ന സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനത്തിൽ ഇരുന്ന് എഴുന്നേൽക്കുന്ന കൂലി ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. മജ്ലിസിനെ നീ ഖബൂലാക്കണേ റബ്ബേ. ദുആഇന് ഉത്തരം കിട്ടുന്ന സദസ്സാക്കി തരണേ റബ്ബേ. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സദസ്സാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ കരിച്ചു കളയപ്പെടുകയും ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സദസ്സാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ദുആകളൊക്കെ സ്വീകരിച്ച് ഞങ്ങളെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ. ഇവിടെ പറഞ്ഞവരും നേരിട്ട് പറഞ്ഞവരും അറിയാത്തവരും ഇനി പറഞ്ഞിട്ടില്ലാത്തവരുമായ ആളുകളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ സലാമത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹു ഞങ്ങൾ എല്ലാവർക്കും പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവർക്കും പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾ ആരെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടോ അവർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആരെല്ലാം ഗീബത്തും നമീമത്തും പറയുന്നുണ്ടോ അവർക്കെല്ലാം പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആരെല്ലാം എന്തെല്ലാം രീതിയിൽ ഞങ്ങൾ ഗീബത്തോ നമീമത്തോ പറയുന്നുണ്ടോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സൽബുദ്ധി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു ഫിത്നയും ഫസാദും വരാതെ നീ കാക്കണേ തമ്പുരാനെ. ഹഖിനെ ഹഖായും ബാത്തിലിനെ ബാത്തിലായും മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈമാനോട് കൂടെ മരിക്കാൻ ഒരു ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. അല്ലാഹു ബഹുമാനപ്പെട്ട കളമ്പാടി ഉസ്താദ് ഒരുപോലെ ഒരുപാട് മഹത്തുക്കളൊക്കെ മരിച്ചുപോയ മാസമാണ്. അല്ലാഹുവേ, ചൈദ്രൂസ് ഉസ്താദ് അവരുടെ എല്ലാം സമസ്തയുടെ ഒരുപാട് ആലിമീങ്ങൾ അല്ലാഹു അവരെല്ലാം ഖബറിനെ നീ സ്വർഗ്ഗത്തൊപ്പാക്കണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ അവരുടെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ ഹദിയ ചെയ്യുകയാണ് തമ്പുരാനെ. ഇലാ ഹദറത്ത് റൂഹി നബീന സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل نعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله ഞങ്ങളെ ചൊല്ലിയതും ഈ ഖിറാഅത്ത് اللهم اجعله فداء وفكاكا لنا ولهم من النار. റബ്ബേ, നരകത്തിന് കാവലാക്കണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്ക് ഇതുകൊണ്ട് കാവൽ തരണേ അല്ലാഹ്. ഈ ചൊല്ലിയ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തിന്റെയും കൂലി ഞങ്ങൾക്ക് തരുന്നതിന്റെ മിസ്ല സവാബ്, അതുപോലത്തെ കൂലി ഞങ്ങൾക്കെല്ലാം ഇവിടെ ഹദിയ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയവർ, ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരും, ഞങ്ങളുടെ വല്യമ്മമാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, മശായിഖന്മാർ, അല്ലാഹു ഞങ്ങളുടെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിലേക്ക് എത്തിച്ച് അല്ലാഹു ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. നാളെ ഞങ്ങൾ വന്ന് കിടക്കുന്ന ആ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഞങ്ങളൊക്കെ നീ ജീവിപ്പിക്കാൻ പോകുന്നുണ്ട് റബ്ബേ. നാളത്തെ മഹ്ശറയും നാളത്തെ വിചാരണയും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. നാളെ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്. നീ സ്വർഗ്ഗം തരണേ റബ്ബേ. നിന്റെ ലിഖാ തരണേ പടച്ചവനെ. നിന്നെ കണ്ട് കൺകുളിർമ